ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് നിലവിളിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് ദൈവം മറുപടി നൽകും. സ്വത്രം. നോക്ക്, മനസ്സ് തകർന്ന് ദൈവസ്ഥന് ഇരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ദൈവം ആശ്വസിപ്പിച്ച് കരം പിടിച്ച് പുറത്തു കൊണ്ടുവരും. നോക്ക്, എന്തുകൊണ്ടാണ് ഈ തകർച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഈ തകർച്ചയിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഉയർച്ച പ്രാപിക്കാം? നമ്മുടെ ജീവിതയാത്ര പലപ്പോഴും ദുർഘടം പിടിച്ചതാ. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് നേടാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ തകർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എൻ്റെ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ജീവിതത്തിന്റെ തലങ്ങൾ പലപ്പോഴും നിന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്ന അനുഭവങ്ങളായിരിക്കും. നീ ആഗ്രഹിക്കുന്ന അളവിൽ നിനക്ക് മുന്നേറാൻ കഴിയാതെ നീ വല്ലാതെ ഞരങ്ങുന്നുണ്ടായിരിക്കും. എന്നാൽ ശത്രു നിന്നെ തകർക്കുവാൻ സർവശക്തനായ ദൈവം ശത്രുവിന്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. സങ്കീർത്തനം 34:11 പറയുന്ന, മക്കളെ വന്ന് എനിക്ക് ചെവി തരിക, ഞാൻ യഹോവയുള്ള ഭക്തിയെ നിങ്ങളോട് ഉപദേശിച്ചു തരാം. സ്വത്രം. നോക്ക്, പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നാം ലോകത്തിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകത്തില്ല. സ്വത്രം. നമ്മുടെ പ്രശ്നങ്ങൾക്ക്, സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാമെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ. അത് അഖിലാണ്ടത്തെ ഉരുവാക്കി അതിനകത്ത് നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിന്നെ ജയത്തോടെ ഇന്നുവരെ കരം പിടിച്ചു നടത്തിയ യേശു കർത്താവിന് മാത്രമേ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നിവർത്തി തരാൻ കഴിയത്തുള്ളൂ. ബാക്കി ഏതൊക്കെ നിലവാരത്തിൽ നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കാമെന്ന് പറഞ്ഞ് നീ മറ്റുള്ളവരിൽ ആശ്രയിച്ച് നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പൂർണ്ണത നിനക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. കാരണം അവർ ലോകത്തിൽ ജീവിക്കുന്നു, എൻ്റെ കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നു. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന നിന്നോട് കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു നാളും ഞാൻ നിങ്ങളെ തള്ളിക്കളയത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എൻ്റെ സന്നിൽ ഫലമേൽപ്പിക്കുക, ഞാനത് നിവർത്തിച്ചു തരും. സ്വത്രം. നമുക്ക് ആഗ്രഹമുണ്ട് സകല നന്മയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന്. പക്ഷെ ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിലുള്ള നോട്ടം മാറിപ്പോകും. ലോകം പറയുന്ന കേട്ടാൽ പിന്നെ ദൈവത്തെ ആശ്രയിക്കാൻ തോന്നത്തില്ല. മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളെ കണ്ടാൽ ദൈവം ഉണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരും. എന്നാൽ വ്യക്തമായി പറയട്ടെ, കഴിഞ്ഞ 39 വർഷമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവൻ കണ്ണുനീരിന് മുന്നിൽ മറികടന്ന് പോകാത്തവനാണെന്നും കഷ്ടങ്ങൾ ഏറ്റെടുത്ത തുണയായവനാണെന്നും രോഗവും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും കടന്നു വന്നപ്പോൾ എനിക്ക് വേണ്ടി കരുതിയ ദൈവമാണെന്നും ഈ രാത്രികാലം എനിക്ക് ഉറച്ചു പറയാൻ കഴിയും, ഉറപ്പിച്ചു പറയാൻ കഴിയും. അവന്റെ ഹൃദയം ഉറുക്കം കണ്ടവനാ, അവൻ എന്റെ കണ്ണുനീരിന് മറുപടി തന്നവനാ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചവനാ, എന്റെ കൂട്ടാളിയെ ബലപ്പെടുത്തിയവനാ, എന്നെ നിർത്തിയവനാ. ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലൊക്കെ ജീവിതത്തിൽ നേരെ വന്നപ്പോൾ ഒരു മനുഷ്യന്റെ അടുത്ത് സങ്കടം പറയാൻ പോയില്ല. രാത്രിയാമങ്ങളിൽ മുഴങ്കാലം അടക്കി ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, ഈ പ്രതികൂലത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ കഷ്ടത്തിൽ നിന്ന്, ഈ നഷ്ടത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ. എപ്പോഴൊക്കെ ദൈവത്തിന് നെടുമ്പാട് വീണിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വർഗ്ഗം ഇറങ്ങി വന്ന് എന്റെ പ്രശ്നത്തിന് പരിഹാരകനായിട്ടുണ്ട്. അതെന്റെ മുഖം നോക്കിയിട്ടല്ല, എന്റെ കുടുംബം നോക്കിയിട്ടല്ല, എന്റെ കണ്ണുനീര് കണ്ടിട്ട. അങ്ങനെയെങ്കിൽ കണ്ണുനീരിന് മറികടന്നു പോകാത്ത സർവശക്തനായ ദൈവം പറയുക, നീ നിന്റെ മക്കളെ ഓർത്താണോ ഞരങ്ങുന്നത്? കരയേണ്ടെന്ന്. സ്വത്രം. അവരുടെ ഭാവി എന്താകുമെന്ന് ഓർത്താണോ നീ നെടുവീർപ്പെടുന്നത്? പേടിക്കണ്ടെന്ന്. സ്വത്രം. നിന്റെ ഭവനത്തിന് ദുസ്ഥിതി ഓർത്തിട്ടാണോ നീ വല്ലാതെ ഞരങ്ങുന്നത്? ഞരങ്ങണ്ട എന്ന്. സ്വത്രം. നോക്ക്, തീർത്താ തീരാത്ത സാമ്പത്തിക ബാധ്യത കാരണം
നീ വല്ലാത്ത കഷ്ടത്തിലായിരിക്കുന്നു, കർത്താവിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. സ്വത്രം നോക്ക്, ഒന്നു മാറി വരുന്ന രോഗം കാരണം നിനക്ക് യാതൊരു കാരണവശാലും മുൻപോട്ട് കടന്നു പോകാൻ കഴിയുന്നില്ലല്ലോ ഓർത്ത് നീ ഞരങ്ങുമ്പോൾ സ്വർഗത്തിലെ പറയണം, മക്കളെ നിന്റെ ഞരക്കത്തിന് മറുപടിയുണ്ട്. നീ ആശ്വസിക്കുന്ന സമയമായിരിക്കുക. സ്വത്രം. കുഞ്ഞുങ്ങളുടെ വിവാഹം, അവരുടെ ജോലി, സ്വത്രം, അവരുടെ നന്മ, ഇതൊക്കെ ഓർത്ത് നീ വല്ലാതെ വ്യാകുലപ്പെട്ട് മനം കലങ്ങി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് നീ നിരാശപ്പെടുമ്പോൾ നിന്റെ ഭാരം നീ നിന്റെ മേൽ വെച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുക്ക്. സ്വർഗം അതിൽ ലഘുവാക്കി തരും. സ്വർഗത്തലവൻ നിന്നെ ഉയർത്തി മാനിക്കും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ 4-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഞാൻ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടെ ആയിരിക്കുന്നത് നിന്റെ കരുണയാ. സ്വത്രം. കാരണം എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് ചെയ്തു തരുന്നതുകൊണ്ടാ എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാരം മുഴുവൻ നീ വഹിച്ചത് കൊണ്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമെങ്കിലും നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെച്ച് ദൈവത്തോട് അപേക്ഷിപ്പാൻ, ദൈവത്തോട് പറയുവാൻ നാം തയ്യാറാകാതെ പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വല്ലാത്ത കഷ്ടത്തിൽ വന്ന് വീണുകൊണ്ടിരിക്കുക. എന്നാൽ വ്യക്തമായി പറയുന്ന സ്വത്രം, കരയണ്ട, ഭയപ്പെടണ്ട, നീ എന്റെ അടുക്കൽ വരുമെങ്കിൽ, നിന്റെ ഭാരം എന്റെ മേൽ വയ്ക്കുമെങ്കിൽ ഞാൻ നിന്നെ ഉയർത്തി മാനിക്കും. ലോകത്തിൽ ആർക്കും നിന്നെ തകർക്കുവാൻ പറ്റാത്തതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. സ്വത്രം. ജീവിതത്തിന്റെ ഓരോ തലങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതെ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ദൈവത്തിന്റെ സ്ഥലം വിശ്വസ്തോടെ നീ നില്ല്. സ്വത്രം. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവര് പറയും, ഇല്ല നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉയർത്തപ്പെടത്തില്ല, നിന്റെ കൂട്ടാളി ഒരിക്കലും നന്നാവത്തില്ല, നീ ഇങ്ങനെ തന്നെ നശിച്ചു പോകത്തേ ഉള്ളൂ. കുഞ്ഞെ, ഇത് പിശാച് പറയുന്ന വാക്കാ. എന്റെ ദൈവം പറഞ്ഞത് അങ്ങല്ല. ഭൂമിയുള്ള സകലത്തിലും വെച്ച് നീ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നാ പറഞ്ഞത്. സ്വത്രം. പിശാച് പറയുന്ന വാക്ക് കേട്ട് പേടിച്ച് കൂട്ടിനകത്ത് കയറിയിരിക്കും. ദൈവം പറയുന്ന കേട്ട് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ നമ്മൾ മടിയും കാണിക്കും. അതുകൊണ്ടാ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ഉയർച്ച നമുക്ക് കാണാൻ കഴിയാത്തത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്ന കേൾക്കണമേ. സ്വത്രം. മക്കൾ യഹോവ നൽകുന്ന ദാനം. സ്വത്രം. ആ മക്കളെ നോക്കി നീ ശപിക്കുമ്പോൾ, പ്രാകുമ്പോൾ ഓർക്കണം, എന്റെ സന്തതിയാണ് ഞാൻ ശപിക്കുന്നതെന്ന്. ദൈവത്തിന്റെ ദാനമായ നിന്റെ സന്തതിയെ ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എനിക്ക് മക്കളെ തന്നെങ്കിൽ എന്റെ സന്തതി പട്ടുപോകാൻ അനുവദിക്കല്ലേന്ന് നീ പറഞ്ഞത് ഉയർത്തുന്ന സ്വർഗം കേട്ടിട്ട് അവനെ നേരായ പാത നടത്തും. കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെ ആ കുടുംബത്തിനകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ നീ നിന്റെ കൂട്ടാളിയും നിന്റെ കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വത്രം. ഇത് അപ്പനൊരിടത്ത്, അമ്മ വേറെടുത്ത്, മക്കള് കണ്ടെടുത്ത്. സ്വത്രം. പ്രതികൂലം വരുമ്പം അയ്യോ ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞു. പ്രതിസന്ധി വരുമ്പോ ദൈവം ഉണ്ടോ? സ്വത്രം. ഒടുവിലെല്ലാം നിന്റെ തലയ്ക്കുമിത കവിമെന്ന് ദൈവത്തെ മറന്നിട്ട് ലോകത്തിലേക്ക് ഓടുക. മന്ത്രവാദികളെ, ശകുനവാദികളെ, അതുപോലെ തന്നെ മറ്റ് നേർച്ചകളെ, കാഴ്ചകളെ, കൂതാശകളെ ഒക്കെ കൊണ്ട് നടക്കാൻ വേണ്ടി നീ പിന്നെ ഓടുക. എങ്കിലും ദൈവത്തിന്റെ അടുക്കലേക്ക് നീ വരത്തില്ല. എന്നാൽ വ്യക്തമായി പറയട്ടെ, സകല നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വത്രം ആരുമില്ലാത്ത നവോമിയുടെ കൂടെ ഒരു ജാതീയ പെൺകൊച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ അമ്മയമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മകളെ നീ എന്റെ കൂടെ വരുന്നത് എന്ത് കണ്ടിട്ടാ? Praise the Lord. ഈ നല്ല സന്ധ്യങ്കൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വാസ കണ്ണുകൊണ്ട് നിന്നെ ഉയർത്താവെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം നീ കാണണം. ഇന്നൽപ്പ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു ഓർത്ത് ഒരിക്കലും നീ പിന്മാറരുത്. സ്വത്രം. ഇന്നിച്ചിരി നഷ്ടം വന്നെന്ന് കരുതി നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ഇന്നൊരിത്തിരി കണ്ണുനീരിന്റെ ആഴങ്ങളാണ് നീ നിൽക്കുന്നതെന്ന് കരുതി നീ ഒരിക്കലും പിന്മാറി പോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും
ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം ദേശത്ത് അംഗീകരിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായി മാറും. സ്വത്രം. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 5:12 പറയുന്നത്, യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടതുപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. സ്വത്രം. നോക്ക്, ദൈവം നീതിമാനെ അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആരാ നീതിമാൻ? കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവൻ, കർത്താവിന്റെ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവസന് നിൽക്കുന്നവൻ. സ്വത്രം. ഈ നല്ല രാത്രിയിൽ നിങ്ങൾക്ക് ആ ഒരു പദവി സ്വർഗം തന്നെങ്കിൽ സകലതും മറന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണം. ജീവിതത്തിൽ തകർന്നു കിടക്കുന്നവരെ കണ്ടിട്ട്, തളർന്നു കിടക്കുന്നവരെ കണ്ടിട്ട് നീയും തകർന്നു പോകുമെന്നുള്ള വിശ്വാസത്തോടെ നിൽക്കാതെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനോട് ദൈവത്തിന് മുഴുമഹത്വം കൊടുക്കണം. വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. വ്യക്തമായി പറയട്ടെ, രൂത്ത് കണ്ടത് നവോമിയെ അല്ല, രൂത്ത് കേട്ടത് നവോമിയുടെ വാക്കല്ല, പിന്നെയോ നവോമി സേവിക്കുന്ന ദൈവത്തെയാ കണ്ടത്. ആ ദൈവത്തിന്റെ മഹത്വമാ കണ്ടത്. കുഞ്ഞുങ്ങളെ, പലപ്പോഴും നാം ആഗ്രഹിക്കാത്ത തലത്തിൽ ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ സ്വത്രം നമ്മളെ ദൈവത്തിന്റെ ശരി നന്ദിയുള്ളവരെ നിൽക്കാതെ ദൈവത്തെ മറന്ന് എന്റെ കൈയുടെ മിടുക്കുകൊണ്ട്, എന്റെ ബുദ്ധിയുടെ ബലം കൊണ്ട്, എന്റെ കുടുംബക്കാരുടെ ശ്രേഷ്ഠത കൊണ്ട്, എന്റെ കയ്യിലെ പണം കൊണ്ട് ഞാൻ നേടിയെന്ന് പറയല്ലേ. സ്വത്രം. ഒറ്റ സെക്കൻഡ് മതി, ആ പണവും തീരും, നിന്റെ ബുദ്ധിയും കെടും, നിന്റെ ജീവിതവും തകരും. ഭാവിക്കണത് മീതെ ഭാവിച്ചുയരാതെ നന്മയും പൂർണ്ണയും പ്രസാദവുമുള്ള ദൈവഹിതമെന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ബലമുള്ള കാര്യത്തിന് താഴ്ത്തിക്കൊടുക്ക്. അവൻ സകലനാമത്തിന് മേലായ നാമം നൽകി നിന്നെ ഉയർത്തും. വചനം പറയുന്നു, ദുഷ്ടന്മാർ വേരോടെ നശിച്ചു പോകും, നീതിമാനോ ലബാനോൻ ദേവദാരു പോലെ വളരും, അത് തഴച്ചു വളരും. അങ്ങനെയാണെങ്കിൽ സ്വത്രം. നമുക്ക് സങ്കീർത്തനക്കാരൻ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. സ്വത്രം. അപ്പൊ ആരാധിക്കുന്നത് എവിടെയാ? ആലയത്തിനകത്ത്. എങ്ങനെ? വിശുദ്ധിയോടെ. എപ്രകാരം? ഭക്തിയോടെ. സ്വത്രം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഭൂതലത്തിൽ പട്ടുപോയിട്ടില്ല. ദൈവഭയത്തോടെ ദൈവസന്നിധി വന്നിട്ടുള്ളവരാരും ജീവിതത്തിൽ തകർന്നു പോയിട്ടില്ല. ദൈവം തരുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ പിൻപറ്റവരാരും അനുഗ്രഹിക്കപ്പെടാതെ ഇരുന്നിട്ടില്ല. കാലമെത്ര മാറിയാലും കർത്താവ് വാക്കുമാറത്തില്ല. സ്വത്രം. കാലമെത്ര മാറിയാലും നിന്റെ മേലുള്ള വാക്തത്വം മാറത്തില്ല. ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും എന്റെ കർത്താവ് നിനക്ക് അനുകൂലമായിരിക്കുന്നുള്ള കാലം ലോകക്കാർ നിന്റെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു കാലം വരും. അതുവരെ നിനക്കൊരായുസ്സും ആരോഗ്യം ബലവും ഒന്ന് സന്തോഷത്തോടെ എന്റെ കർത്താവ് നിന്നെ നടത്തുവാൻ മതിയായവന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തമായി പറയട്ടെ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ദൈവത്തെ സേവിപ്പാൻ കഴിയുമെങ്കിൽ സ്വത്രം അബ്രഹാമിനോട് ചെയ്ത വാക്തത്വം പോലെ നിങ്ങളുടെ മേലുള്ള വാക്തത്വവും സർവശക്തനായ ദൈവം നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, എന്താണ് അബ്രഹാമിനോട് ചെയ്ത വാക്തത്വം? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ദൂത് കേൾക്കാറുണ്ട്, സ്വത്രം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, സ്വത്രം. നമ്മളൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്, സ്വത്രം. പക്ഷെ ആ വായിക്കുന്നതും കേൾക്കുന്നതും നമ്മൾ അനുസരിച്ച് ഏറ്റെടുക്കാറില്ല പലപ്പോഴും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? നാം ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണാതെ പോകും. പക്ഷെ അബ്രഹാമോ വിശ്വസിച്ചു. അത് ദൈവം നീതിയായി അബ്രഹാമിന് കണക്കിട്ടു.
പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തു സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഭൂതലത്തിൽ വരുമ്പോൾ സ്തോത്രം നോക്ക്, യേശുവിനെ കൊന്നു കളയുവാൻ രാജാവ് നോക്ക് ഓർഡർ പുറപ്പെടുവിച്ചു. പക്ഷെ സ്വർഗമോ തന്റെ മകനെ സുരക്ഷിതമായി കാത്തു. അങ്ങനെയെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ അവിശ്വാസിയാകാതെ വിശ്വാസത്തിൽ നിലനിൽക്ക്, ശക്തിപ്പെട്. വചനം പറയുന്നു, പെണ്ണുങ്ങൾ കാണിക്കുന്ന പോലെ കാണിക്കാതെ പുരുഷത്വം കാണിക്കാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചങ്കൂറ്റത്തോടെ നിൽക്കാനാണ് പറയുന്നത്. സ്വത്രം നോക്ക്, വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ നിന്നെ ഒരു ശത്രുവിനും തകർക്കാൻ കഴിയത്തില്ല. നീ ദൈവസന്നിധിയിൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തരാതെ ഇരിക്കത്തുമില്ല. സ്വത്രം നീ ദൈവത്തോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ശത്രുവും നിന്റെ മേൽ അവകാശം പറയാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, യേശു കർത്താവ് സ്നാനപ്പെട്ട് സ്വത്രം നോക്ക് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പം കൂടെ പോയത് ആരാന്നറിയാമോ? സ്വത്രം പിശാച. സ്വത്രം യേശു പ്രാർത്ഥിക്കുമ്പോൾ പിശാച് മാറിയിരുന്ന് കേട്ടുകൊണ്ടേയിരുന്നു. സ്വത്രം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിശാചിന് മനസ്സിലായി, ഇവൻ ഇനി എഴുന്നേറ്റ് പുറത്തു വന്നാൽ എന്റെ തല തകരും. സ്വത്രം ഈ നല്ല രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പോട് പറയട്ടെ, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. നിന്റെ ആരാധന ഉയരാൻ സമ്മതിക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം അലതല്ലാൻ പിശാച് സമ്മതിക്കത്തില്ല. നിന്റെ സന്തതി ദേശത്ത് അനുഗ്രഹിക്കപ്പെടാൻ അവൻ വിടത്തില്ല. എല്ലാ നിലയിലും നിന്റെ ഭവനത്തിനകത്ത് അവൻ കടന്നുകൂടി നിന്റെ കൂട്ടാളിയെ, നിന്റെ കുഞ്ഞുങ്ങളെ നിന്നെ കരത്തിലെടുത്ത് സന്തോഷം തല്ലിക്കെടുത്തി നിന്റെ ഭവനത്തിനകത്ത് ഒരു നരകമാക്കി തീർക്കണോ പദ്ധതി ഒരുക്കും. അത് പിശാച് ഒരുക്കാൻ എനിക്ക് കണിയൊരുക്കുമ്പോൾ നീ ചിന്തിക്കണം, ഞാൻ സേവിക്കുന്നു ജീവിക്കുന്ന ദൈവത്തെയാ ഒരു പിശാചിനും എന്റെ ഭവനത്തിൽ കടക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മാത്രം കുഞ്ഞെ, വിശ്വാസം അത് പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. സ്വത്രം എവിടെയെല്ലാം നിന്ന് ആരെല്ലാം നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും നീ അത് കേട്ട് ഭയപ്പെടരുത്. എന്റെ ദൈവം അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ലെന്ന് നീ വിശ്വസിക്കണം. പക്ഷെ നമുക്ക് പേടിയാ, നമ്മുടെ പേര് വിശ്വാസിയാണ്, നമുക്കില്ലാത്ത വിശ്വാസവുമാണ്. സ്വത്രം കാര്യവിശ്വാസം ഇല്ലാത്ത ദൈവത്തെ, ബാക്കി എല്ലാത്തിനെയും ഭയങ്കര വിശ്വാസമാണ്, സകലത്തിനെയും പേടിയാ, പക്ഷെ ദൈവത്തെ പേടിയില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നീ പേടിക്കുന്നതെല്ലാം നിന്റെ മേൽ ഭാരമായി വരും. സ്വത്രം നീ ഭയപ്പെടുന്നതെല്ലാം നിനക്ക് കണിയും കെണിയായി വരും. പക്ഷെ എൻ്റെ യേശു അപ്പനോ നിനക്ക് അനുഗ്രഹമായേ വരത്തുള്ളൂ. സ്വത്രം അതുകൊണ്ട് പേടിക്കുന്നതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഭയം കൂടാതെ ദൈവസന്നിധി വരണം. സ്വത്രം അങ്ങനെ ദൈവസന്നിധി വന്ന് നീ അപ്പ പിതാവേ എന്ന് വിളിപ്പാൻ നീ നിനക്കിടയാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. സ്വത്രം നോക്ക്, പിന്തിരിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഓർക്കണം, നീ ആയിരുന്ന മേഖലയിൽ നിന്ന് നിന്നെ നീ ആക്കി തീർക്കാൻ വേണ്ടി കർത്താവ് അനുഭവിച്ച കഷ്ടപ്പാടുകൾ. സ്വത്രം പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവേ നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നത് കൊണ്ടാ വിശക്കുന്നില്ലയോ എന്ന് ചോദിച്ചത്. നമ്മളാണെങ്കിൽ പറയും, അയ്യോ എൻ്റെ ചേട്ടാ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? സ്വത്രം നിനക്ക് ദാഹിക്കുന്നില്ലേ? വല്ലാത്ത ദാഹമുണ്ട്. സ്വത്രം. പക്ഷേ യേശു എന്താ പറഞ്ഞ്, പിശാചേ എനിക്ക് ദാഹിക്കുന്നെങ്കിൽ, എനിക്ക് വിശക്കുന്നെങ്കിൽ എനിക്ക് വേണ്ടത് തരാൻ എൻ്റെ പിതാവുണ്ട്, നീ പോ. അതാ പറഞ്ഞു. നമ്മളാണെങ്കിലോ എന്തായാലും വേണ്ടിയില്ല, ഇപ്പോഴെൻ്റെ കാര്യം കാണണം. ഇത്തിരി പോലും വെയിറ്റ് ചെയ്യാൻ നമ്മൾ ആരും തയ്യാറല്ല. സ്വത്രം. എന്നാൽ നീ വെയിറ്റ് ചെയ്യുന്ന സമയം വരും. നിന്റെ മുമ്പിലെ എല്ലാ വഴികളും പിശാച് അടയ്ക്കുമ്പോൾ നീ വെയിറ്റ് ചെയ്യും കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. എന്തുകൊണ്ടാ പിശാച് അടച്ചതെന്നറിയാമോ?
നീ ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തെ ആരാധിക്കാതെ, ലോകം പറയുന്നത് കേട്ട് അവിശ്വാസിയായി വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിച്ചത് കൊണ്ടാണ്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന തവളയാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ കരയെ കയറുമ്പോ ക്രാ ക്രാ പറയും, വെള്ളത്തിലിറങ്ങി പറയും. സ്വത്രം. കുഞ്ഞെ വിശ്വാസിയാണെങ്കിൽ എന്തെങ്കിലും ഒന്നേ പറയാവുള്ളൂ, രണ്ടും കൂടെ പറയല്ലേ. സ്വത്രം. ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നാ, പക്ഷെ നീ രണ്ടാ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കാത്തത്. സ്വത്രം. അനേക പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങനെ, എൻ്റെ പൊന്നു പാസ്റ്റേ, നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അന്നേരം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നാളുകളായി മുറുകെ പറ്റുന്ന കുറെ പാവങ്ങൾ, അത് വിട്ടുതിരിയാൻ തയ്യാറുണ്ടോ? സ്വത്രം. ഇപ്പൊ പിന്നെ മിണ്ടത്തില്ല. എന്നാലും ഈ കഷ്ടം ഇങ്ങനെ വരുന്ന എന്താ? മഹത്വം ദൈവത്തിന് കൊടുക്കാത്തോണ്ടാ. സ്വത്രം. ഇക്കാലം ഇത്രയും പഠിപ്പാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും യാത്രയുള്ള വാഹനവും കഴിപ്പാനുള്ള ആഹാരവും ഒക്കെ തന്ന് നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെയും ഒരനർത്ഥവും വരുത്താതെ നടത്തിയപ്പോ നീ എവിടെ പോയി ദൈവത്തെ അന്വേഷിക്കാതെ? സ്വത്രം. ഇപ്പൊ പ്രതികൂലം വന്നു, കൊച്ചു പഠിച്ചിട്ട് ജോലിയില്ലാതെ വന്നു, രോഗം കടന്നു വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പം ആരെ വേണം? ദൈവത്തെ വേണം. എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നപ്പോ ദൈവത്തെ വേണ്ട, ദൈവമക്കളെയും വേണ്ട, ദൈവദാസനെയും വേണ്ട, ദൈവസഭയും വേണ്ട. അഥവാ പള്ളിക്കകത്ത് വന്ന കുറ്റം പറയാനാ വരുന്നത്. സ്വത്രം. എൻ്റെ കർത്താവ് വ്യക്തമായി പറഞ്ഞതാണ്, ഇരുവള്ളത്തിൽ കാല് ചവിട്ടിയ വള്ളമാകുന്നു പോകുന്നു, ഈ വെള്ളത്തിൽ വീണ് ചത്തുപോകുന്നു. സ്വത്രം. ഇപ്പൊ വെള്ളത്തിൽ വീണ് ചത്തട്ടില്ല, കടന്ന് വെള്ളം കുടിക്കുക. എന്നാൽ ഈ രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, നിന്റെ അവസ്ഥ അറിഞ്ഞിട്ടാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്ന് മുന്നമേ കണ്ടിട്ട കർത്താവ് പറഞ്ഞ, മോനെ എന്റെ അരികിലേക്ക് വാ, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തന്നു നിറയ്ക്കാം. ഈ ലോകമാകുന്ന പാപത്തിൽ വീണ് തകർന്നു പോകാൻ നീ പോകാതെ സകല പാപവും വിട്ടുതിരിഞ്ഞു വരിക എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കേൾക്കാതെ ഇരുന്നിട്ട് ഇപ്പൊ കിടന്ന് അയ്യം വിളിച്ചിട്ട് കർത്താവേ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ കർത്താവ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ അറിയുന്നില്ല. സ്വത്രം. ഞാൻ നിന്നെ അറിയുന്നില്ല. ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ കരയാൻ തയ്യാറായാൽ സ്വത്രം ഒരു കാര്യം ഓർക്കണം, ഉറപ്പോടെ നിൽക്കണം. 1 കൊരിന്ത്യർ 10-12 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വഴുവഴുപ്പിൽ നിൽക്കാതെ ഉറപ്പോടെ നിന്ന് സ്വത്രം ദൈവമുഖത്തേക്ക് നോക്കണം. അങ്ങനെ നോക്കിയാലുണ്ടല്ലോ നിന്റെ നഷ്ടം ലാഭമാകും, നിന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടത മാറും, നിന്റെ കലവരുടെ ശൂന്യത നീങ്ങും. സ്വത്രം. നിന്റെ ജീവിതത്തിൽ നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ നന്മ കൊണ്ട് സ്വർഗം നിന്നെ നിറയ്ക്കും. എൻ്റെ കർത്താവിന്റെ വാഗ്ദത്തവും എൻ്റെ കർത്താവിന്റെ പ്രവൃത്തിയും ഇന്നുവരെ നിന്നു പോയിട്ടില്ല. സ്വത്രം. പിന്നെ എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിൽ ലഭിക്കാത്തതറിയാമോ? നിന്നെ ഇന്നുവരെ കരുതി നടത്തിയ ദൈവമാണെന്നുള്ള ഉറപ്പും ആ ഒരു വിശ്വാസവും അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയ മനോഭാവം വിട്ടുകളഞ്ഞിട്ട് ലോകത്തിലുള്ളതിനെ കണ്ടുകൊണ്ട് ലോകത്തിന്റെ പുറകെ ഓടി ദൈവത്തെ ഭയപ്പെടാതെ പിശാചിനെയും മന്ത്രവാദത്തെ ശകുനവാദത്തെ പേടിച്ച് വിറച്ച് നീ വീട്ടിനകത്ത് കയറിയിരിക്കുന്നുണ്ടാ. പോടാ പിയായ എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ മാറി പിശാച് എന്ന് പറഞ്ഞ് ദൈവസനിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. യോഹന്നാൻ 17 ഇങ്ങനെ കാണുന്നുണ്ട്. സ്വത്രം. യേശുവിന്റെ ശിഷ്യന്മാർ ഒരു കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് മാറി മാറി കൈവച്ചിട്ടും ആ കുഞ്ഞിന് സൗഖ്യം വരാതെ വന്നപ്പോൾ അവർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, യേശു കർത്താവേ, ഇതിലും വലിയ രോഗത്തെ ഞങ്ങൾ കൈവച്ചപ്പോൾ സൗഖ്യമാക്കാൻ കഴിഞ്ഞു, എന്നാൽ എന്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തെ ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല? സ്വത്രം. യേശു കർത്താവ് അവരോട് പറഞ്ഞ എന്തുവാന്നറിയാമോ? നിങ്ങളുടെ അവിശ്വാസം. സ്വത്രം. നിങ്ങളുടെ അവിശ്വാസം. എവിടെയാണ് ഈ അവിശ്വാസം വന്നതെന്നറിയാമോ?
തങ്ങൾക്ക് അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലോകം കൊടുത്തപ്പോ ഈ ശുശ്രൂഷ കൊടുത്ത ദൈവത്തെ അവർ മറന്നു. സ്തോത്രം. തങ്ങൾക്ക് അർഹതയില്ലാത്ത അംഗീകാരം ലോകം കൊടുത്തു. ഇന്നലെ വരെ ലോകത്തിൽ അവരെ ആർക്കും വേണ്ടായിരുന്നു. സ്തോത്രം. ഇന്നലെ വരെ അവരെ അംഗീകരിക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പം അവര് ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോഴത്തേക്ക് ലോകക്കാരെല്ലാം അവരുടെ പുറകെ ഓശാന പാടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ശിഷ്യന്മാരങ്ങ് പൊങ്ങി. സ്തോത്രം. നമ്മളിൽ പലരും ഇത് തന്നെയാ കാണിക്കുന്നത്. ഒന്നുമില്ലാതെ കടന്ന സ്ഥാനത്ത് ദൈവം തമ്പുരാൻ വല്ലതൊക്കെ തന്ന് നിറച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ദൈവത്തെയും വേണ്ട, ദൈവമക്കളെയും വേണ്ട, ദൈവദാസരെയും വേണ്ട, ദൈവസഭയും വേണ്ട, പിന്നെ ഞാനങ്ങ് വലിയ പാസ്റ്ററാ. സ്തോത്രം. ഞാൻ വലിയ ശുശ്രൂഷകനാ. ഒക്കെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇപ്പോഴവർ ആരെയാ ഉയർത്തുന്നത്? പിയായിനെയാ. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നവൻ ഇപ്പോൾ സ്തോത്രം പിശാചിന് മഹത്വം കൊടുക്കുക. വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവം തന്റെ ദാസന്മാരോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ അവിശ്വാസികളാകാതെ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാറിയിരുന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവകൃപ പ്രാപിച്ചിട്ട് ദൈവസന്നി നിൽക്കണം. സ്തോത്രം. ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈ ലോകം തന്ന അംഗീകാരം കൊണ്ട് ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം. ലോകം തന്ന മാന്യത കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്ന് ആർക്ക് മനസ്സിലായി? ശിഷ്യന്മാർക്ക് മനസ്സിലായി. സ്തോത്രം. അവർ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എവിടെ പോയി? യേശു പറഞ്ഞ പ്രകാരം സെഹിയോൻ മാളിക മുറിയിൽ. സ്തോത്രം. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന, കഷ്ടങ്ങളെ സന്തോഷമാക്കുന്ന, കണ്ണുനീരിനെ ആനന്ദമാക്കുന്ന കർത്താവിന്റെ കരത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കാതെ ലോകമോഹത്തിൽ നിങ്ങൾ വഴുതിപ്പോയാൽ കുഞ്ഞുങ്ങളെ തകർന്നു പോകും. രക്ഷിപ്പാൻ ആരും ഉണ്ടാകയില്ല. സകലതും നൽകി തന്നയോളം ഭൂതലത്തിൽ നിന്നെ ആക്കി വെച്ച ദൈവത്തിന് മുഴുമഹത്വം കൊടുത്തുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ദൈവത്തെ മുറുകെ പിടിപ്പാൻ നീ തയ്യാറായാൽ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമാകും. 58:1 പറയുന്ന പ്രകാരം നിന്റെ സന്തതി വഴിയിൽ എരന്നു നടക്കുമെന്നല്ല, വിദ്യാഭ്യാസം ചെയ്തിട്ട് CV കൊണ്ട് തെക്കും വടക്കും ജോലിക്ക് വേണ്ടി നടക്കുമെന്നല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് 10 രൂപ ചായ കുടിക്കാൻ വേണ്ടി ചോദിക്കുമെന്നല്ല, നിന്റെ കണ്ണുനീരിന്റെ ഫലമായി നീ ആഗ്രഹിച്ച സന്തതി പണിയുമെന്ന്. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ലെന്ന്, പാതകളെ യഥാസ്ഥാനമാക്കുന്ന കുടിയിരിക്കുന്നവനെന്ന് നിന്റെ സന്തതിയെ കുറിച്ച് നിനക്ക് പേർ പറയുമെന്ന്. ഈ വലിയ അനുഗ്രഹത്തെ കളഞ്ഞിട്ട് തൽക്കാലം കാണുന്നതിന്റെ പുറവെ കൈയടിക്കാനും പാടാനും തുള്ളാനും പോയാ കുഞ്ഞേ നീ തോറ്റ് നിലത്ത് വീഴുമ്പോ നിന്നെ ചവിട്ടിക്കളയുകയല്ലാതെ ആരും നിന്നെ കൈപിടിച്ചു ഉയർത്തത്തില്ല. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോ 5-ാം അധ്യായമാണെന്ന് തോന്നുന്നു. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായമാണെന്ന് തോന്നുന്നു. സ്തോത്രം. അതിനകത്ത് ഏലീശ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കരയേണ്ട, നാളെ ഈ നേരത്ത് സർവശക്തനായ ദൈവം 1 ശേക്കലിന് യവവും ഗോതമ്പും വിൽക്കപ്പെടും. അത് കേട്ടപ്പോ കൊട്ടാരത്തിന്റെ അകമ്പടി നായകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും പ്രവാചകനെ നീ പറഞ്ഞത് നടക്കത്തില്ല. സ്തോത്രം. ഏലീശ പ്രധാൻ തൊട്ടകൈക്ക് മറുപടി കൊടുത്ത ഇങ്ങനെയാണ്, എടാ കുഞ്ഞെ, നീ അത് കാണും, പക്ഷെ തിന്നത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ പറയട്ടെ, എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മതി. അത് ദൈവം അങ്ങ് ചെയ്യും. ആർക്കും അതിനെ തടുക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കാതെ അവിശ്വാസിയായിരുന്നാൽ
നീ അനുഭവിക്കാൻ ഉണ്ടാകത്തില്ല. നിന്നെ ചവിട്ടിക്കളയും ലോകം. സ്വത്രം. ഇവിടെ എലീശയും പറഞ്ഞ അതാണ്. സ്വത്രം. നീ അത് അനുഭവിക്കത്തില്ല. എന്ത്? ആഹാരം വന്നപ്പോൾ ജനമെല്ലാം ഓടിക്കൂടി. അതിനിടയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നോക്ക്, കൊട്ടാര അകമ്പടി നായകൻ ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ അവനെ തള്ളിയിട്ട് ചവിട്ടിക്കൊന്നു. സ്വത്രം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ അരുളപ്പാടും ഒരിക്കലും മാറത്തില്ല. ആകാശവും ഭൂമിയും മാറും, പ്രസംഗിക്കുന്ന പാസ്റ്റർ മാറും, പ്രവചിക്കുന്ന പ്രവാചകന്മാരും, സ്വത്രം, പ്രപഞ്ചവും പ്രകൃതി എല്ലാം പോകും. പക്ഷെ ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല, ദൈവത്തിന്റെ പ്രവൃത്തി കുറഞ്ഞു പോകത്തുമില്ല. അങ്ങനെയെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ നോട്ടം ദൈവമുഖത്തേക്കാകണം. അതാണ് കർത്താവ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനം 37:27 പറയാ, ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക എങ്കിൽ എന്ത് കാണും? സ്വത്രം. നീ നന്മ കാണും, നീ സുഖമായി വസിക്കും. ഇക്കാലം ഇത്രയും ജീവിതത്തിൽ കണ്ണുനീരും കഷ്ടപ്പാടുകളും വേദനകളും ഒറ്റപ്പെടലുമായിരുന്നു നിന്റെ ജീവിതത്തിലെങ്കിൽ ഈ രാത്രികാലം സർവശക്തനായ ദൈവത്തോട് പറ, കർത്താവേ, ഈ കഷ്ടം എനിക്ക് വേണ്ട, ഈ കണ്ണുനീരെനിക്ക് വേണ്ട. നിനക്ക് മനസ്സുണ്ടാകുമെങ്കിൽ അല്പകാലത്തെ ജീവിതം സന്തോഷകരമാക്കുവാൻ അവിടുത്തേക്ക് ദയ ഉണ്ടാകണം. ദൈവസനിൽ കരയുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കുഞ്ഞിനെയും കർത്താവ് കൈവിടുകയില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. എന്താ ദൈവം പറയുന്നതെന്ന്. സ്വത്രം. ആവർത്തന പുസ്തകം 28:1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ആ ദൈവത്തിന്റെ സകല കൽപ്പനയും അനുസരിച്ച് നടന്നാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീ അനുഗ്രഹിക്കപ്പെടും. സങ്കീർത്തനം 128 ഒന്നുകൂടെ വായിച്ചേ. സ്വത്രം. സങ്കീർത്തനം 128:1. സ്വത്രം. ദൈവത്തെ ഭയപ്പെടണം. സ്വത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കണം, ദൈവത്തെ ഭയപ്പെടണം. സ്വത്രം. അങ്ങനെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നാട്ടുകാർ കൊണ്ടുപോയി തിന്നത്തില്ല, നീയും നിന്റെ സന്തതിയും തിന്നും. സ്വത്രം. ഇത് തിന്നുന്ന സമയത്ത് ആരായിരിക്കും തിന്നാൻ വിളമ്പി തരുന്നത്? നിന്റെ ഭാര്യ. സ്വത്രം. ഇന്ന് നമ്മുടെ ഭാര്യമാർ എവിടെങ്കിലും നമ്മുടെ വീട്ടിൽ കാണുമോ? വേണമെങ്കിൽ വിളമ്പി തിന്നോ എന്ന് പറയുന്ന ഭാര്യമാരാ കൂടുതലും. സ്വത്രം. വേണമെങ്കിൽ വിളമ്പി തിന്ന്, അവിടെ ഇരിപ്പുണ്ട്, എനിക്ക് സമയമില്ല. സ്വത്രം. സമയം വരും. സ്വത്രം. നിനക്ക് സമയം വരും. പിന്നെന്താ പറയുന്നത്? നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും, ഇപ്പൊ നമ്മുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ചൊറിയണോ? ഒന്നിനോടൊന്നും ചേരത്തില്ല. തങ്ങളി കണ്ട മുഖത്തോട് മുഖം നോക്കി അടിയാ. സ്വത്രം. പിന്നെന്തുവാ? കൂടെ മാന്തിക്കൊണ്ടേയിരിക്കും. സ്വസ്ഥത നഷ്ടപ്പെടും. എന്തില്ലാത്തത് കൊണ്ട്? ദൈവം നിന്റെ ഭവനത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട്, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ട് കിടന്ന് അയ്യം വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്ത് ദൈവത്തെ നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വത്രം ലോകത്തെ വെട്ടിപ്പിടിക്കാൻ പോയ കുഞ്ഞേ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവത്തില്ല. നിന്റെ സന്തതി നിന്റെ കൂടെ നിൽക്കത്തില്ല. നിന്റെ കൂട്ടാളി നിന്റെ അവസാന കാലത്ത് താങ്ങാൻ കാണത്തില്ല. നീ ശപിക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവളുമായി മാറാതെ ഇരിക്കേണ്ടതിന് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ വചനം പറയുന്ന പ്രകാരം നീ ദൈവസേനയിൽ നിൽക്കാൻ ശ്രമിക്ക്. കർത്താവ് നിന്റെ കൂടെ നിന്നാൽ നീ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ദൈവത്തിന്റെ വചനം അതിന്റെ 5-ാം വാക്യം വായിച്ചെന്ന് പറയുന്നത്, യഹോവ സ്വർഗത്തിൽ നിന്ന് തന്നിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ അനുഗ്രഹിക്കും. സ്വത്രം. ഈ അനുഗ്രഹം വേണമോ? സ്വത്രം. ഈ അനുഗ്രഹം വേണമോ? നിന്റെ കുടുംബത്തിനകത്ത്,
നിന്റെ കുഞ്ഞുങ്ങളിൽ സമാധാന സന്തോഷം വേണമോ? അവർ വിദേശ രാജ്യങ്ങൾ കീഴടക്കുവാൻ സ്വർഗം സഹായിക്കണമോ? നിന്റെ ഭവനത്തിനകത്തെ ശൂന്യത മാറണമോ? യേശു അപ്പന്റെ കരത്തിൽ നിന്നെ വിട്ടുകൊടുത്തിട്ട് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, കർത്താവ് എന്നെ മറന്ന് കളയല്ലേ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ, ഉപവസിക്കുവാൻ കഴിയുമെങ്കിൽ, നീ കാണാത്ത സ്വർഗീയ നന്മകൾ കൊണ്ട് സ്വർഗം നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കും. ആ നിറവ് ലോകത്തിന് മുമ്പിൽ ഒരു വെളിച്ചമായി സ്വർഗം കൊണ്ടുവരും. അതുകൊണ്ട് ഈ രാത്രിയിൽ ജീവിതത്തിന്റെ പരാജയങ്ങളെല്ലാം ഏറ്റു ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അവൻ കരുണയുള്ള ദൈവമായതുകൊണ്ട് അവൻ കണ്ണുനിന്ന് മറികടന്ന് പോകത്തില്ല. നീ ചോദിക്കുന്നത് ചിന്തിക്കുന്ന നിനക്കുന്നതിന് ഉപരിയായി സ്വർഗത്തിന് നിറച്ചന്ത്യത്തോളം വഴി നടത്തും. കർത്താവ് പറഞ്ഞത്, ഒരു നാളും വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ വാർദ്ധക്യ കാലം വരുമ്പോൾ, നരയുടെ കാലം വരുമ്പോൾ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവിനെ യൗവനകാലത്ത് നീ മുറുകെ പിടിച്ചോ. വാർദ്ധക്യത്തിൽ നീ അലയേണ്ടി വരത്തില്ല. നിന്റെ മക്കളും കൊച്ചുമക്കളും നിന്നോട് കൂടെ ഉണ്ടാകും. നീ ഒരു അനുഗ്രഹമാകും. അബ്രഹാം വിളിച്ചത് വാഗ്ദത്തം സ്വർഗം നിവർത്തിച്ചത് അസാധ്യങ്ങളുടെ നടുവിലാണെങ്കിൽ നിന്റെ മുമ്പിലും ഒരു വഴിയും ഒരു പക്ഷേ നീ കാണത്തില്ല. പക്ഷെ നീ അറിയാത്ത ചില വഴികൾ സ്വർഗത്തിൽ നിനക്ക് സന്തതിക്ക് വേണ്ടി തുറക്കാൻ പോകുക. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് നേരിടക്ക്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സന്ധ്യയെങ്കിൽ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞത് ഒരനർത്ഥം നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, നിന്റെ എല്ലാ വഴികളിലും ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാക്കണം. കർത്താവേ, അവിടുത്തെ ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. കർത്താവ് വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തികളും അവരെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാനോ, അവരെ ആരോഗ്യത്തെ കെടുത്തി കളയുവാനോ, അവരെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ അനുവദിക്കല്ല്. സ്വർഗത്തിലും ഭൂമിയിലെ സകല അനുഗ്രഹത്താലും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, മഹത്വം വെളിപ്പെടണം. പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചിരിക്കുക. സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ.